സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടി. യൂണിറ്റിന് ഈ വർഷം 16 പൈസയാണ് കൂട്ടിയത്. അടുത്ത വർഷം മുതൽ യൂണിറ്റിന് 12 പൈസയുടെ വർധനയുണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിരക്ക് വർധന ഈ മാസം മുതൽ ആദ്യം മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഈ വിഷയത്തിൽ വൈദ്യുതി മന്ത്രി പ്രതികരിക്കുകയാണ്. തത്സമയം എവിടെ പറഞ്ഞിരിക്കുന്ന 25 അത് കൂടും, സ്വാഭാവികമല്ലേ? കൂടും. ചെറിയൊരു രീതിയിലുള്ള ചാർജ് വർധന മാത്രമേ വന്നിട്ടുള്ളൂ. യൂണിറ്റിന് 16 പൈസ, പിന്നെ ഒരു അഡീഷണൽ ചാർജ് ഒരു യൂണിറ്റിന് 10 പൈസ, ടോട്ടൽ 26 പൈസ. പിന്നെ യൂണിറ്റ് കൂടുന്നതിനനുസരിച്ചുള്ള ഒരു 100 യൂണിറ്റൊക്കെ മുകളിൽ കൂടുന്നതിനനുസരിച്ചുള്ള പിന്നെ ഒരു സർചാർജൊക്കെ ആയിട്ട് ചെറിയൊരു പൈസ. അങ്ങനെ ഏകദേശം ഒരു 200-250 യൂണിറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒരു 30 പൈസ തോതിൽ ഒക്കെ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അതിപ്പം ബില്ല് ആദ്യത്തെ വരുമ്പം മാത്രമേ ഏകദേശം പിടി കിട്ടുകയുള്ളൂ. എന്തായാലും ഒരു 300 യൂണിറ്റ് 2 മാസത്തേക്ക് ഉപയോഗിക്കുന്നവർക്ക് ആ 1000-ൽ കുറഞ്ഞ ഒരു ബില്ല് പ്രതീക്ഷിക്കണ്ട ഇനി ഏകദേശം. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്കൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. കാരണം 8 വർഷത്തിനുള്ളിൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിൻവാതിൽ കൂടി SLC പോലും പാസ്സാകാത്ത, ഡിഗ്രി പോലും പാസ്സാകാത്ത ഒരുപാട് ഓവർസിയർമാരും എഞ്ചിനീയർമാരുമുണ്ട്. അവർക്കൊക്കെ ശമ്പളം 1,35,000, 1,40,000 അതുപോലെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് എവിടെയും തികയാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഗവൺമെൻറ്. അപ്പോൾ അതിന് ചെറിയൊരു താങ്ങുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ചെറിയൊരു സർചാർജ് വർദ്ധിപ്പിച്ചത്. നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ഉയർന്ന നിലയിലാണ് വൈദ്യുതി മേഖലയിലുള്ളത്. വൈദ്യുതി ചാർജ് 3 ഇരട്ടിയോളം കൂടുതലുള്ള ഒരേ ഒരു സംസ്ഥാനം നമ്മളെ കേരളമാണ്. ബാക്കിയുള്ള സംസ്ഥാനത്തൊക്കെ 200 യൂണിറ്റ് വരെ ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ട്. മീറ്റർ ചാർജ് വാടകയില്ല, പിന്നെ യൂണിറ്റ് ചാർജ് വാടകയില്ല. നമ്മൾ കണ്ടെത്താത്ത ഒരുപാട് വർധനവുകൾ ഈ ബില്ല് വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഉണ്ടാകും. നമ്മളൊരു 2 മാസത്തേക്ക് ഉപയോഗിക്കുന്ന ഒരു 350-400 യൂണിറ്റ് ആണെങ്കിലും 1,500-2,000 ഒക്കെ ബില്ലാണ് വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിന് സാധാരണ രീതിയിൽ നമ്മൾ കണക്കൂട്ടുന്നുണ്ടെങ്കിൽ എത്ര പൈസയാവുന്നുള്ളത് നിങ്ങൾക്ക് ആ ബില്ല് വരുമ്പം എത്ര യൂണിറ്റ് ഉപയോഗിച്ചു, അതിന് എത്ര കൊടുത്തു എന്നുള്ളത് ഒന്ന് ഹരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംസ്ഥാനം ഉയർന്ന 1ാം നമ്പർ തന്നെയാണ് വൈദ്യുതി മേഖലയിൽ. ആ വൈദ്യുതി മേഖലയിലുള്ള 1ാം നമ്പർ നമുക്ക് സ്ഥിരമായിട്ടൊന്ന് നിലനിർത്തണം. അതുകൊണ്ടും കൂടിയാണ് ഈ വില ചാർജ് ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ ഒരു ഏകദേശം 1 വർഷത്തിനുള്ളിൽ ഇത് 2ാമത്തെ തവണയോ 3ാമത്തെ തവണയോ ആണ് ചെറിയ 12 പൈസ തോതിൽ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അതാരും അങ്ങനെ കണക്കൂട്ടുന്നില്ല. നമ്മൾ മോഡി മാമനും അങ്ങനെയാണ് ചെയ്തത്. ഓരോ ദിവസം 20 പൈസ 30 പൈസ തോതിൽ പെട്രോളിൽ വർദ്ധിപ്പിച്ചാണ് ഈ നമ്മളെ 110-ലേക്കൊക്കെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അത് കൂടാണ്ട് നമുക്ക് തന്നെ ഇവിടെ അറിയാം, കേരളത്തിൽ എല്ലാവർക്കും നല്ല ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോളിന് അധികം സർചാർജായിട്ട് 2 രൂപ തോതിൽ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ പെൻഷനൊക്കെ അതുപോലെ അങ്ങനെ പെൻഡിങ്ങിൽ 6 മാസത്തെ 7 മാസത്തായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ മന്ത്രിമാർക്കും സംഘത്തിനൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാമ്പത്തിക സ്വരൂപണം മാത്രമാണ് ഈ 2 രൂപ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത്. ഏതായാലും ഇനി 1.5 വർഷത്തെ ഒരു കാലാവധിയും കൂടി നമ്മൾ ക്ഷമിച്ചേ പറ്റും. നമ്മൾ ആ ഒരു രീതിയിലേക്കാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്ത് പോയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അത് അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഈ ചാർജ് കൂടിയതും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. 5-6 മാസം കൂടുമ്പോൾ ഒരു 12 പൈസ തോതിൽ വീണ്ടും ഒന്ന് വർദ്ധിപ്പിക്കുക. അപ്പം പിന്നെ ഇലക്ഷൻ എടുക്കാനാകുമ്പം ചിലപ്പം അതിൽ നിന്നൊന്ന് ഒരു 10-20 ദിവസം ഒന്ന് കുറച്ചിട്ട് ഞങ്ങൾ വൈദ്യുതി ചാർജ് വർധന പിൻവലിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തള്ളു. നമ്മളെ വീട്ടിൻ്റെ കാര്യം കണ്ടില്ലേ, നമ്മൾ എത്ര 3 ഇരട്ടി കൂട്ടിയിട്ട് അവസാനം ഒരു 10% വെച്ച് കുറച്ചിട്ട് അത് മാധ്യമങ്ങളിലൊക്കെ വെണ്ടക്കാശരത്തിൽ വന്നു. അപ്പം നമ്മൾ വിചാരിച്ചെല്ലാം നല്ലപോലെ കുറഞ്ഞ വീട്ടിൻ്റെ കരങ്ങൾ ഏകദേശം എത്രയോ ഇരട്ടികൾ 20 ഇരട്ടിയോളം വീടിൻ്റെ കരം വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഫീസ് ഒരു 5% നമുക്ക് കുറച്ച് തന്നത്. അപ്പം നമ്മളതിൽ ഹാപ്പിയായി. അതുപോലെ ഇതും ഈ നിയമസഭാ ഇലക്ഷൻ്റെ ഒരു 6 മാസം മുമ്പ് വരെ ഇങ്ങനെ നമുക്ക് കൂട്ടിക്കൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഒരു 10% വെച്ചിട്ട് ഒന്ന് കുറച്ച് എല്ലാവർക്കും ഒന്ന് ഹാപ്പിയാക്കാം. അപ്പോൾ എല്ലാവരും ഈ വർധനവുമായിട്ടൊന്ന് ദയവ് ചെയ്തിട്ട് സഹകരിക്കുക. അപ്പോൾ മന്ത്രി പറയുന്നത് കേട്ടിട്ട് ചെറിയ വർധനയാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കാം കേട്ടോ. ഓക്കെ.